കോട്ടയത്ത് ആഭിചാരക്രിയയുടെ പേരിൽ യുവതി പീഡനം നേരിട്ട സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന സംശയത്തിലാണ് പോലീസ് ഉള്ളത്. കേസിലെ നിർണായക തെളിവായ വീഡിയോ ദൃശ്യത്തിൽ ആറാമതൊരാളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇതാരെന്ന് വ്യക്തമാക്കുന്നതിന് നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. മണർകാട് യുവതിയെ ആഭിചാരത്തിന് വിധേയമാക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്ത കേസിൽ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്കായി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. യുവതിയുടെ ഭർത്താവ് അഖിൽദാസ്, അഖിലിന്റെ പിതാവ് ദാസ്, മന്ത്രവാദം നടത്തിയ തിരുവല്ല സ്വദേശി ശിവദാസ് എന്നിവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായാണ് അപേക്ഷ നൽകുന്നത്. 2 ദിവസത്തേക്കാണ് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. അതേസമയം കേസിലെ മുഖ്യപ്രതിയായ അഖിൽദാസിന്റെ അമ്മ സൗമിനിയെയും സഹോദരിയെയും ഇനിയും പിടികൂടാനായിട്ടില്ല. ഒളിവിൽ കഴിയുന്ന ഇരുവർക്കുമായി ഊർജിതമായ അന്വേഷണം നടന്നുവരികയാണ്. കേസിലെ നിർണായക തെളിവായ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. യുവതിയുടെ ഭർത്താവ് അഖിലിന്റെ ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഈ ദൃശ്യങ്ങളിൽ നിലവിലെ 5 പ്രതികളെ കൂടാതെ ഒരാൾ കൂടിയുണ്ട്. ഇതാരാണെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ ഇയാളെ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. നവംബർ 2-നാണ് കോട്ടയം സ്വദേശിനിയെ ദുരാത്മാവ് ദേഹത്ത് കയറിയിട്ടുണ്ടെന്ന് ആരോപിച്ച് മദ്യം നൽകി പ്രതികൾ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.